ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS6 മോഡലാണ്. നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക്, അതുപോലെ ക്ലച്ച്, എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിൽ ബ്രേക്സ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. കൂടുതൽ ക്ലച്ചിൻ്റെ ഭാഗമാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. കണ്ടോ, ഇത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്. ഇവിടെ ഒരു തുരുമ്പിൻ്റെ ഒരു അംശം നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഈ ഫുള്ളായിട്ട് ക്ലച്ചൊന്ന് അയച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കണം. അതുപോലെ ബെൽറ്റായാലും അതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൽറ്റൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും റോളർ വെയിറ്റും വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചില്ല. എയർ ഫിൽറ്റർ ആയാലും നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലയിൽ വേറെ കംപ്ലൈൻറ്റ് അത്യാവശ്യം ചെറിയ രീതിയിൽ പൊടിയൊക്കെ ഉള്ളൂ, അതുപോലെ ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ നമ്മളതിൻ്റെ പ്ലഗ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ബാറ്ററി ഒന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി എനിക്ക് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. അതിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.8586 ആ ലെവലിലേക്ക് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് വരുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറിയാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പച്ച ലൈറ്റാണ് കാണിച്ചിരിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് വീൽ അയച്ചത്. ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഇൻക്രീസ് ചെയ്യണം. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നിലവിൽ കളറിന് വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോലെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് ഒരു 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് എന്താ ചെയ്യുന്നത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ബാക്കി എഞ്ചിൻ ഓയിൽ കൂടാതെ എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.